അസ്സാം വലൈക്കും റഹ്മത്തുള്ള ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വളരെ സങ്കടകരമായ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു വിശ്വാസിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിശ്വാസങ്ങളും ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ അവരുണ്ടാക്കിയ പാട്ടും കേട്ടപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാനോ പൊരുത്തപ്പെടുവാനോ കഴിയാത്ത വലിയ കുഫറിൻ്റെ വാദവുമായിക്കൊണ്ടാണ് സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ മുഴുവൻ CMലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. CM മടവൂർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ അള്ളയാണ് എന്ന് വരെ പറഞ്ഞു വച്ചു. അർഷും കുർസിയും അതിൻ്റെ അധിപനാര് എന്ന് ചോദിച്ചാൽ നമ്മൾ മടിയില്ലാതെ പറയുന്നത് അള്ളാഹു ആണെന്നാണ്. എന്നാൽ സമസ്തയിലെ ഈ വിഭാഗം ആളുകൾ പറയുന്നത് അത് CM മടവൂരാണെന്നാണ്. അടുത്തൊരു പാട്ട് കേട്ടു, ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കേൾപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്. കാരണം ഇത്രയും വലിയ കുഫറാണല്ലോ കേൾപ്പിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നതിൽ ഒരു സങ്കടമുണ്ട്. എന്നാലും പൊതുജനങ്ങൾ ഇവരെ കരുതിയിരിക്കണം എന്നതുകൊണ്ട് മാത്രം ഈയൊരു പാട്ട് ഇവിടെ കേൾപ്പിക്കുകയാണ്. അതിൻ്റെ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലുള്ള കുഫറിനെ നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ആ പാട്ട് കേൾക്കാം. പാലമാകെ പൊട്ടിടും അർശിന്റെ നാഥനായിടും. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അർഷിൻ്റെ നാഥനാര അള്ളാഹുവാൻ. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താ? CM മടവൂർ എന്നാണ്. ഇനി രണ്ടാമത്തെ വാദം കേൾക്കാം. മാലിക്കുൽ മുൽക്കായ മുൽക്കേ. മാലിക്കുൽ മുൽക്കായ മുൽക്ക് എന്നു വച്ചാൽ എല്ലാ അധിപരുടെയും അധിപനായവൻ. അവനാരും മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം മാലിക് യൗമിദ്ദീൻ എന്നു പഠിച്ചവരാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ചില ആളുകൾക്ക് ആധിപത്യങ്ങൾ നൽകാം. എന്നാൽ ഈ ആധിപത്യത്തിൻ്റെ എല്ലാം ഉടമസ്ഥൻ അല്ലാഹ് മാത്രമാണ്. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ ലിമനിൽ മുൽക്കുൽ യൗം എന്ന് അല്ലാഹ് ചോദിക്കുന്നതാണ്. ആർക്കാണ് ഇന്ന് അധികാരമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതാണ്. അല്ലാഹ് മാത്രമാണ് എല്ലാത്തിൻ്റെയും അധിപൻ. മാലിക്കുൽ മുൽക്ക് അല്ലാഹു മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സമസ്തയിലെ ഈ വിഭാഗം ആളുകൾ പറയുന്ന ഷിർക്കിൽ നിന്ന് ഷിർക്കിലേക്കും അവിടെ നിന്ന് കുഫറിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന അതിവാദക്കാരായ ഈ വിഭാഗം പറയുന്നത് മാലിക്കുൽ മുലൂക്ക് അത് അള്ളയല്ല CM ആണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി ബാക്കി കേൾക്കാം. ശൈഖനാ മടവൂർ വലി പാപികൾക്കത്താണിയായി. മൂന്നാമത്തത് പാപികൾക്ക് അത്താണിയാണെന്നാണ്. എന്ന് വെച്ചാൽ എന്താ? പാപം പുറത്തു നൽകുന്നവൻ CM ആണ് എന്നാണ്. ഇതൊക്കെ പിൽക്കാലത്തിന് വരാനിരിക്കുന്നത് CM എന്ന ആൾ ദൈവത്തെ പ്രദർശിപ്പിക്കുകയാണ് സമസ്ത. ഇനി അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. പാപങ്ങൾ പുറത്തു കിട്ടാൻ ഇനി CM മതി എന്ന ഒരു ആശയത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആരാണ് പാപം പുറത്തു തരുന്നവൻ? അല്ലാഹ് മാത്രമാണ്. ആരാണ് തൗബ സ്വീകരിക്കുന്നവൻ? അല്ലാഹ് മാത്രമാണ്. അള്ളാഹുവിലേക്ക് പാപമോചനം തേടാനാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവരോ, സമസ്തക്കാരോ CMലേക്ക് മടങ്ങാൻ പറയുന്നു. അവിടെ തീർന്നില്ല. ഇനി അടുത്തു പറയട്ടെ അദ്ദേഹം. കരുണയായി കാരുണ്യമായി പുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി. രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി. കേട്ടല്ലോ, രോഗികൾക്ക് ആശ്വാസം എന്ന് പറഞ്ഞാൽ രോഗം മാറ്റിക്കൊടുക്കും. ഇല്ലേ? ഇവർ പറഞ്ഞ കഥകൾ എത്രയാണ്. ക്യാൻസറായി വന്നയാൾ ഇനി നിനക്ക് ക്യാൻസർ ഇല്ല, ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തി ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സമൂഹത്തിനെ ഇത്തരം അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, അവിടെ നിന്നാണ് ഈ ഒരു വിശ്വാസവും ഇത്തരം വലിയ ശിർക്കനും കുഫറുമായ വാദങ്ങൾ പാടിപ്പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇവർക്ക് മുമ്പ് പോയ ഇവരുടെ നേതാക്കന്മാരായ സമസ്തയിലെ മുതിർന്ന പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന സമസ്തയിലെ പുരോഹിതന്മാർ, അത് AP ഉസ്താദ് മുതൽ തുടങ്ങി ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ കഴിയില്ല.
ഇനി അദ്ദേഹം എന്താ പറയണത് അതുകൂടി കേൾക്കാം. സിറിനും സിറായ സിറേ ശൈഖന മടവൂർ വലി. രഹസ്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലേ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാം നാം നിങ്ങളുടെ കൽബാകാമെന്നോവർ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഷനാണിത്. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം മരിച്ചുപോയവരെക്കുറിച്ച്, മഹാന്മാരാണെന്ന് ഇവർ തന്നെ പറയുന്ന ആളുകളെക്കുറിച്ച് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, എത്രത്തോളം കുഫറിൻ്റെ വാചകങ്ങൾ പോലും സുബ്ഹാനല്ലാഹ് ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത രൂപത്തിൽ ഇത്രയും വലിയ പഠിച്ച പണ്ഡിതന്മാർ എങ്ങനെ ഇതിലേക്ക് വഴിപ്പെട്ടു പോകുന്നു എന്നതാണ് മനസ്സിലാകാത്തത്. ഏതായാലും എൻ്റെ സാധാരണക്കാരായ ആളുകൾ ഈ വരിയിലുള്ള ഷിർക്കിനെയും കുഫറിനെയും തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് അഭയം പ്രാപിച്ച്, റബ്ബേ നീ മതി എനിക്ക്, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ രോഗം മാറ്റാൻ, എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ റബ്ബേ നീ മതി എന്ന് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരടിമയ്ക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കാൻ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ സഹോദരന്മാരെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ശരിയായ വിശ്വാസമുള്ള, ദൃഢവിശ്വാസമുള്ള, റബ്ബിൽ സർവ്വതും സമർപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.